ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കവേ നടൻ മോഹൻലാൽ ഉദ്ധരിച്ച കവിത വരിയെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച. പ്രശസ്ത കവി കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കൃതിയിലേതെന്ന് പറഞ്ഞ് മോഹൻലാൽ ഉദ്ധരിച്ച വരികൾ ആശാന്റേത് അല്ലെന്ന് ചില സാമൂഹിക മാധ്യമങ്ങളിൽ സജീവ ചർച്ചകളും നടക്കുകയാണ്. As Kumaranashan, the great poet, reformer and philosopher, once wrote in Veena-Poovu, ചിതയിലായിരുന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്. രാജ്യത്തെ പരമോന്നത പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കവേ കുമാരനാശാന്റേത് എന്ന് സൂചിപ്പിച്ച് നടൻ മോഹൻലാൽ ഉദ്ധരിച്ച ഈ കവിതാശകലം സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായിരിക്കുന്നു. വരികൾ ആശാന്റേതല്ല, വരികൾ വീണപ്പൂവിലേതുമല്ല എന്ന് തിരിച്ചറിയപ്പെട്ടതോടെ ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായി. പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന്, ആ സന്ദർഭത്തിന് ഒട്ടും യോജിച്ചതല്ല ഈ വരികൾ എന്ന പ്രശ്നം മാറ്റിവെച്ചാലും ആശാന്റെ വീണപ്പൂവിൽ ഇങ്ങനെയൊരു വരിയില്ല എന്നത് നിസാര പ്രശ്നമല്ലെന്നും ചിലർ പറയുന്നു. വാട്സ്ആപ്പ് ഫോർവേഡുകൾ വിശ്വസിക്കരുത്, ഇത് ChatGPTയുടെ വീണപ്പൂവാണ്, NN കക്കാടിന്റെ പൂക്കൾ എന്ന കവിതയിലെ വാക്കുകളാണ്, ഉദ്ധരിച്ചത് P ഭാസ്കറിന്റെ ഏതോ കൃതിയിലെയാണ്, കുമാരനാശന്റെ മറ്റ് കവിതകളിലേതോ ഒന്നിലേതാണ്, ചണ്ഡാല ഭിക്ഷുകിയിൽ ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷു മാതങ്കിയോട് സംസാരിക്കുന്ന ഭാഗമാണിതെന്ന് തുടങ്ങി പല അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. 4.5 പതിറ്റാണ്ടിന്റെ അഭിനയ സപര്യയെ രാജ്യം സിനിമയുടെ പേരിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ ഉദ്ധരിച്ച കവിതാ വരിയിൽ പിശക് കാര്യമാക്കേണ്ടെന്ന് ചിലർ. സന്ദർഭം ഏതായാലും കുമാരനാശാൻ എന്നൊരു മഹോന്നതനെ ഉദ്ധരിക്കുമ്പോൾ തെറ്റു വന്നുകൂടെ എന്ന് മറ്റു ചിലർ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന ഒരു വേദി. അവിടെ മോഹൻലാലിന്റെ മറുപടി പ്രസംഗം തയ്യാറാക്കിയവർ ആരായാലും ഈ വിധം അലസമായി പെരുമാറരുതായിരുന്നുവെന്നാണ് ഉയരുന്ന വിമർശനവും പരാതിയും. ന്യൂസ് മലയാളം, ന്യൂസ് ഡെസ്ക്.